പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഷാർജ അജ്മാൻ വരെ ഒന്ന് പോവാണ്. സിജോൻ്റെ ഓഫീസിൻ്റെ പാർട്ടിയാണ് കേട്ടോ. എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് സിജോൻ്റെ കൂടെ പാർട്ടിക്ക് പോകുന്നത്. ഫാമിലി എല്ലാവരും ഫാമിലിയൊക്കെ വരുന്നുണ്ട്. എല്ലാ കൊളീഗിൻ്റെയും ഫാമിലിയും എല്ലാവരും വരുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷം ഞാനിവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം ഞാനിതുവരെ അങ്ങനെ സിജോൻ്റെ കൂടെ ഒരു പാർട്ടിക്ക് പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ യാത്രയിലാണ്. കൂടെ സിജോൻ്റെ അബുദാബിയിലെ കൊളീഗായ ഷംനാദും കൂടെയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരും പോവാണ്. ഷുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കിടന്ന് ഉറങ്ങി. അവൾക്ക് രാവിലെ നേരത്തെ എണീറ്റതിൻ്റെ കുറച്ച് ക്ഷീണമായിരുന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ നൈറ്റായി ദുബായിൽ എത്തിയപ്പോൾ, കാരണം അബുദാബിയിൽ നിന്ന് ഒരു 4 മണി 4:30 അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇപ്പോൾ ദുബായ് എത്തിയിട്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് ഷാർജയ്ക്കും കുറച്ച് സമയമുണ്ട് കേട്ടോ. ശരിക്കും 2-2.5 മണിക്കൂറുണ്ട്. നൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊക്കെ ശരിക്കും ഉറക്കം വന്നു തുടങ്ങി. നമ്മൾ ഒരുപാട് നേരം ലോങ് ട്രാവലിംഗ് ആയിപ്പോയി. ഞാൻ ഇതുവരെ ഇത്ര ദൂരം അങ്ങനെ പോയിട്ടില്ല കേട്ടോ. അങ്ങനെ ഇരുന്നിരുന്ന് എനിക്കും ഭയങ്കര ഇതായി തുടങ്ങി കേട്ടോ. ബോഡി പെയിനും ഒക്കെ ആയി തുടങ്ങി. പിന്നെ ഇവിടെ നമ്മുടെ മടിയിലാണല്ലോ ഇരിക്കുന്നത്. ഇവിടെ ഷാർജ എത്താറായി. ഇത് ഷാർജ പള്ളിയാണ്. നല്ല ഭംഗിയിൽ പള്ളി കാണാനായിട്ട്. എനിക്കിങ്ങനെ നൈറ്റ് യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ പള്ളിയൊക്കെ ലൈറ്റ് ഇട്ട് കാണാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞാനതുകൊണ്ട് തന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഷാർജ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ചെറുതായിട്ട് മഴ പൊടിയുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് വന്നിട്ട് ആദ്യമായിട്ടാണ് ഇപ്പോൾ മഴ കാണുന്നത്. ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ എത്താറായപ്പോഴേക്കും അവൾ എണീറ്റപ്പോൾ അവൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് ചെറിയൊരു വാശി തുടങ്ങി. അങ്ങനെ ആൾക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ആളതേയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിപ്പോൾ ഷാർജ അജ്മാനൊക്കെ എത്താറായിട്ടോ. ഇനി കുറച്ചും കൂടി ഇതുവരെ ചെന്നാൽ മതി. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. അതിപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ എത്തും. അങ്ങനെ നമ്മളിവിടെ എത്തി. ഇവിടെ മിക്കവരും വന്നിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് ഇപ്പോൾ ഒരു 2-3 പേര് മാത്രമേ വരാനുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ കുറച്ച് ലോങ് ആയ കാരണമാണ് ഞങ്ങൾ ഇത്ര ലേറ്റ് ആയത്. ഞങ്ങൾ വന്ന പാടത് അവിടെ ഒരു ചെറിയൊരു കുട്ടികൾക്ക് വേണ്ടി കളിക്കാനായിട്ടൊരു ഊഞ്ഞാലും ഒരു പാർക്ക് രീതിയിലൊരു സെറ്റപ്പ് ഉണ്ടായിട്ടോ. പാർക്കെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഊഞ്ഞാലും അങ്ങനെയൊക്കെ അവിടെ കളിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഫുട്ബോൾ ടർഫുണ്ട്. അപ്പോൾ വന്നവർ കുറച്ച് പേര് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ഏരിയ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുണ്ടായി നന്നായി. കാരണം അവൾ വാശി പിടിച്ചപ്പോഴേക്കും അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കളിക്കാനൊക്കെ പറ്റി. അതുകൊണ്ട് കുറച്ചടുത്ത് എത്തിയുള്ളൂ. ദേശുണ്ടിനോട് ഊഞ്ഞാൽ ഇട്ടിട്ടുണ്ട്. പാർക്കിലാണ് ഇപ്പോൾ എത്തിയിരിക്കണേ. ഇവിടെ സിജോനുണ്ട്. അവിടെ ശരിക്കും പ്രോഗ്രാമൊക്കെ തുടങ്ങിയിട്ടോ. ഞാൻ ഇവളുടെ കൂടെ ഇവിടെ വന്നിരിക്കുകയാണ്. ഇവള് ഇവിടെ വന്നിട്ട് ഊഞ്ഞാലുമെന്ന് ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അവരൊക്കെ അവിടെ കൂടി എല്ലാവരും. ഇവള് വന്നപ്പോൾ തുടങ്ങി വാശിന്. അപ്പം ഞാൻ ഒന്ന് വാശി മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിരുത്തിയതാ. പിന്നെ ആളെന്ത് ചെയ്താൽ അവിടെ നിന്ന് ഇറങ്ങൂല. പിന്നെ ഞാൻ കരുതി അവിടെ ചെന്നാൽ ഇനി വാശി പിടിക്കണ്ടെന്ന് വെച്ചിട്ട് ഇപ്പോൾ അവർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാവില്ല. ഇവിടെ കിടന്ന് ഒച്ചെടുക്കും. അപ്പം ഞാൻ ഇവളെയും കൊണ്ട് ഇവിടെ വന്നിരുന്നു. ഇനി വാശിയൊക്കെ മാറിയിട്ട് വേണമെന്ന് അങ്ങോട്ട് പോവാനായിട്ട്. ഷുണ്ട് നമുക്ക് അപ്പയുടെ അടുത്ത് പോവാ. നോന്ന് പറയല്ലേ, പോവാടാ. പോവാ നമുക്ക്. ഷുണ്ടു നമുക്ക് അപ്പയുടെ അടുത്ത് പോവാം. ആൾക്ക് ഭയങ്കര ഇഷ്ടമായതും അങ്ങനെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അത് കാരണം നമ്മളിവിടെ ഇങ്ങനെ പരിപാടിക്ക് വന്നേക്കാണ്. പിന്നെ ഷുണ്ടു ആണെങ്കിൽ ഊഞ്ഞാലേമേന്ന് എണീക്കണില്ല. അത് കാരണം ഞാനും പെട്ടു, മഞ്ജൂസും പെട്ടു. അല്ലേടി അവൾക്ക് ചിക്കനൊക്കെ നമ്മൾ ഗ്രില്ല് ചെയ്തായിരുന്നു. ഇവിടെ തന്നെ നമ്മൾ ഗ്രില്ല് ചെയ്തു. അപ്പോൾ അത് അവൾക്ക് കൊടുക്കായിരുന്നു. അങ്ങനെയൊക്കെ കുറേ അങ്ങോട്ട് കാട്ടിയടി. നമ്മുടെ പിള്ളേരെല്ലാവരും കുറേ പേര് ഫുട്ബോള് ക്രിക്കറ്റൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് ഗ്രില്ല് ചെയ്യുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട് ആൾക്കാർ. പിന്നെ എല്ലാവരും പവർ ഓഫ് മൂഡിലാണല്ലേ. നമ്മള് ആക്ച്വലി ഇത് എല്ലാ വർഷവും നമ്മള് എല്ലാവരും കൂടി ഒത്തുകൂടുന്നതാണ്. നമ്മുടെ ഇയർലി മീറ്റിംഗ് പാർട്ടിയാണ് ആക്ച്വലി. പറഞ്ഞോട്ടെ. ചിക്കൻ നിൽത്തുണ്ട്.
നോക്കി ഇനി കഴിക്കണ്ട. ഈ ഭാഗത്ത് മാത്രമേ ഒരബദ്ധം പറ്റി കേസ്. പന്തെടുക്കാൻ പോയി സായുജിന് ഫസ്റ്റ് പ്രാവശ്യം എടുക്കും കൊച്ചിന്. അതന്നെ കൊച്ചിന് ദോശ വണ്ടിയിലുണ്ടോടാ. എടാ നീ പന്ത് കളി മുപ്പി പന്ത് കളിയാണോ? പന്ത് കളിയാണോ? ആ മോന് തരില്ല. കൈ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ആൾ കൈ കാണിക്കാണ് പന്ത് വാങ്ങിക്കാൻ. നോക്കി നോക്കി മാമ വരൂട്ടാ. ഞാൻ യൂട്യൂബിലിട്ട് സാഹചര്യം പന്ത് കളി കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നിരിക്കുന്ന കേട്ടോ. വയ്യാണ്ടായി. ഞങ്ങളുടെ കൂടെ കമ്പനിക്ക് ഇവിടെ വന്നിരിക്കുക. സിജോതെ ശൂഷ കൊച്ചിന് ദോശ എടുക്കാൻ പോയിക്കാണ്. അല്ല ചുണ്ടത്ത് ശൂഷ ചെയ്യുന്നില്ലേ? ശൂഷ ഇത് വന്നപ്പോ ഇതാരുവാ? എന്താണ് കഴിക്കണേ? വേണ്ടേ? എന്നെ കിട്ടൂല വീഡിയോയില്. ചിക്കൻ കഴിഞ്ഞ ഫുഡ് തീർക്കനാണ്. ഞാൻ കഴിച്ചാലോട്ടോ. മുട്ടടിക്കുന്ന വീഡിയോ നാടൻ സ്റ്റൈല് മുട്ട. എന്തൊന്ന് കരയുന്നേ? അങ്ങനെ ചുണ്ട് ഫുഡടി കഴിഞ്ഞു. ഇപ്പോഴാണ് കളിച്ചൊന്ന് ആക്റ്റീവായി തുടങ്ങിയത്. ഇത്രയും നേരം അവളുടെ ഊഞ്ഞാലിൻ്റെ അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് പോരുന്നുണ്ടായില്ല. ഇപ്പോൾ അവൾ ഇതേ വന്ന് ദോശയൊക്കെ കഴിച്ചു. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫുഡ് ഐറ്റമാണ് കേട്ടോ ദോശ. ഇതിനതോടെ ഉണ്ടാവുകയും ചെയ്തു. അത് കാരണം ദോശയൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞു. പിന്നെ ഡാൻസൊക്കെ തുടങ്ങി. പിന്നെ സിജോൻ്റെ ഓഫീസിലുള്ള സ്റ്റാഫായ ജിഷയുടെ കൂടെയൊക്കെ ആയിരുന്നു പിന്നെ ഡാൻസ് കിട്ടിയ ആൾ. ഇത് ഞാനിപ്പോൾ ഭയങ്കര ഡാൻസിലാണ്. ഇപ്പോൾ വലിയ വാശി നിർത്തുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ പൊറോട്ടയും ബീഫും കഴിക്കുകയാണ്. ശ്രീചേട്ടൻ എനിക്ക് ഫുഡ് എടുത്തുകൊണ്ട് വന്നു. ശ്രീചേട്ടൻ കഴിച്ചിട്ടില്ല. അവൾക്ക് കൊടുത്ത ദോശ അവളത് ബാക്കി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കാൻ ഇരുന്നു. ഞാനിത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ശരിക്കും ലൈവായിട്ട് ഉണ്ടാക്കി തരുന്നുണ്ട്. ഗ്രിൽഡ് ഫിഷ് ഉണ്ട്, ഗ്രിൽഡ് ചിക്കൻ ഉണ്ടായിരുന്നു, പൊറോട്ട, ദോശ, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഞാനിത് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ എനിക്ക് എല്ലാം ഒന്ന് മൊത്തത്തിൽ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു, ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ച് തരണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഇതേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
പിന്നെ ശുണ്ട് കുറച്ചുമ്പോൾ വാശി പിടിച്ചപ്പോൾ ബാഗിലുണ്ടായ നെയിൽ പോളിഷ് എടുത്ത് അവൾക്ക് കൊടുത്തു കളിക്കാനായിട്ട്. അവൾ അതൊക്കെ ദേ അവിടെ വെച്ച് തയ്ക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് സൈലൻ്റായിട്ട് നിന്നു. ഞങ്ങള് പോലീസിനാണ് പോലീസ് നമ്മള് കള്ളന്മാര്. പോലീസ് നമ്മള് കള്ളന്മാര്. ആ പ്രത്യേകിച്ച് വേറെ പുറത്ത് പുറത്ത് കള്ളന്മാരെ. നിന്ന ചിരിച്ചുന്നാകണോ? ആ ചിരിച്ചുന്ന് ടീച്ചറൊന്ന് വിളിക്കോ ഇങ്ങട്? പറ. അതിവ പോയി. ഞാനിതെടുത്ത കൈ വെച്ചിട്ട് നീ എന്നെ വെട്ടി ആടവൻ 5 ഇട്ട് വെട്ടിയല്ല, ആടവൻ ഇട്ട് വെട്ടി. അങ്ങനെ ഇപ്പോൾ സമയം ഏതാണ്ട് 2-2:45 ആയിട്ടുണ്ട്. ശുണ്ടാവിന് ശരിക്കും ഉറക്കമൊന്നും വരുന്നില്ല. എന്നാലും ഞാൻ ഉറക്കം എന്നൊക്കെ എഴുതിയിട്ട് റൂമിലേക്ക് വന്നേക്കാണ്. അപ്പോൾ അവളിവിടെ നിന്ന് കളിക്കുകയാണ്. സുജനൊക്കെ ഇതേ പുറത്തുണ്ട്. എല്ലാവരും മിക്കവരും ഉറങ്ങിയിട്ടൊന്നും ഇല്ല, മിക്കവരും പുറത്തൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവളെയും കൊണ്ടുവന്ന് ഇവിടെ നിന്ന് കളിക്കാണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു ഹാള്. പിന്നെ 2 റൂമുണ്ട്.
അതുകൂടാണ്ട് വേറെ ബോയ്സിനൊക്കെ സെപ്പറേറ്റ് വേറെ സ്ഥലത്ത് റൂമുണ്ട് കേട്ടോ. അവിടെയാണ് സിജോനൊക്കെ കിടന്നത്. ഞാനും പിന്നെ ഷുണ്ടും പിന്നെ സിജോൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന രാജേഷേൻ്റെ മോളും കൂടി ഞങ്ങൾ 3 പേരാണ് ഞങ്ങൾ റൂമിലുണ്ടായിരുന്നത്. അപ്പോൾ അവളിതേ ഓടി കളിച്ച് നടക്കുകയാണ് അങ്ങനെ. ഇതാണ് കേട്ടോ റൂം. ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ രാജേഷേൻ്റെ മോള് വന്നത്. അങ്ങനെ ഞങ്ങളിത് ഇവിടെ റൂം അവളെ കൊണ്ട് കിടത്തി. അപ്പം ഞാൻ ഇവിടെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് സിജോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇന്ന് ചിലപ്പോൾ പോകാമെന്നാണ് കരുതിയത്. പിന്നെ കരുതി പിറ്റേ ദിവസം പോകാമെന്ന്. കാരണം ഇപ്പോഴും ടൈം ഒരുപാടായി. ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് അവിടെ എത്തുമ്പോൾ ഒരുപാട് ലേറ്റാവും. പിന്നെ അതേ നമ്മുടെ നേരം വെളുത്തു. ഇപ്പോൾ സമയം ഒരു 7 മണി 7:30 ആയിട്ടുണ്ട്. അതെ, അപ്പോൾ അങ്ങനെ എല്ലാവരും പുറത്തൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അതേ സാറുണ്ട്, പിന്നെ ചേച്ചിയുണ്ട്, അങ്ങനെ എല്ലാവരും പുറത്ത് നിൽക്കുന്നുണ്ടോ. പിന്നെ ഇന്നലെ നല്ല മഴ പെയ്തിരുന്നു. രാവിലെ ഒരു 7 മണിക്ക് നല്ല മഴ ഉണ്ടായിരുന്നു ഷാർജയിൽ. ഇപ്പോൾ കണ്ടല്ലോ അതിൻ്റെ വെള്ളമാണ് ഇങ്ങനെ കിടക്കണത് കണ്ടോ. ഞാൻ അവിടെ വന്നിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനെ മഴ കാണുന്നത്. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. രാവിലെ എണീറ്റ് പിന്നെ നല്ല മഴയൊക്കെ ആയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം നമ്മളത് പല്ലൊന്നും തയ്ച്ചിട്ടില്ല, ഒന്നും കുളിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ നേരിട്ട് അബുദാബിക്ക് പോവുകയാണ്. മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഷുണ്ടാപ്പോൾ നേരത്തെ തന്നെ എണീറ്റായിരുന്നു. എല്ലാവരും പോയിട്ട് റെഡി ആയിട്ടോ. ഇവിടെയൊക്കെ വെള്ളമാണ് കണ്ടോ. നമ്മൾ ഇന്നലെ ഫുഡൊക്കെ കഴിച്ചിരുന്ന സ്ഥലത്ത് ടേബിളിലായാലും എല്ലാത്തും വെള്ളമൊക്കെ ആയിട്ടോ. അങ്ങനെ നമ്മളിത് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഞങ്ങളിത് ഇവിടുന്ന് യാത്ര തിരിക്കാൻ കേട്ടോ. ഈ നല്ല മഴ സമയത്ത് എന്താ പറയുക ഡ്രൈവ് ചെയ്യാൻ നല്ല രസമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം മഴ സമയത്ത് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ്. നല്ല കൂളിംഗ് ആയിരുന്നു. അതുകൊണ്ട് വണ്ടി വേസ്റ്റ് ഇട്ടിട്ടുണ്ടായില്ല. പുറത്തൊക്കെ റോഡിലൊക്കെ നന്നായിട്ട് വെള്ളം കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ചായ കുടിക്കാമെന്ന് വെച്ചിട്ട് ചായ വാങ്ങിക്കാൻ പോയിക്കാണ് കേട്ടോ. ഇവളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് ചായ കൊടുക്കാൻ വെച്ചിട്ട് ചായയും പിന്നെ ഈ കേക്ക് പീസൊക്കെ വാങ്ങിച്ചു. ഞങ്ങളങ്ങനെ ചായ കൂടി കഴിഞ്ഞു. കണ്ടില്ല റോഡിലൊക്കെ നല്ലതായിട്ട് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അത് വണ്ടിയൊക്കെ വന്നിട്ടുണ്ടാവും. എനിക്ക് വെള്ളം 2 സൈഡിലും വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് വന്നേക്കാളും പെട്ടെന്ന് നമുക്ക് അബുദാബിക്ക് എത്താൻ പറ്റും കേട്ടോ. കാരണം അവിടെ നിന്ന് വന്നപ്പോൾ നല്ല ട്രാഫിക്കും ഒക്കെ ആയിരുന്നു. അത് കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകല് പെട്ടെന്ന് എത്തി കൊല്ലെങ്കിൽ തോന്നിയത്. അങ്ങനെ നമ്മളിത് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ചെറിയൊരു മഴയൊക്കെ ചാറുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അബുദാബിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നത്. ബൈ. എല്ലാരും